ഉത്തരമഹാസമതലം. ഹിമാലയത്തിന് തെക്കും ഉപദ്വീപീയ പീഠഭൂമിക്ക് വടക്കായും സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശം ഉത്തരമഹാസമതലം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെയും അവയുടെ പോഷക നദികളുടെയും അവസാദ നിക്ഷേപ ഫലമായി രൂപം കൊണ്ട് സമതല പ്രദേശം ഉത്തരമഹാസമതലം. എക്കൽ മണ്ണാൽ സമ്പുഷ്ടമാണ് ഈ പ്രദേശം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി ഉത്തരമഹാസമതലം. ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലം ഉത്തരമഹാസമതലം. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഉത്തരമഹാസമതലം. ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് ഉത്തരമഹാസമതലം. സൽജ് സമതലം, ഗംഗാസമതലം, ബ്രഹ്മപുത്ര സമതലം എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഉത്തരമഹാസമതലം. ഉത്തരമഹാസമതല മേഖലയിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ ഗോതമ്പ്, ചോളം, നെല്ല്, കരിമ്പ്, പരുത്തി, പയർവർഗ്ഗങ്ങൾ. പഞ്ചാബ്, ഹരിയാന സമതല പ്രദേശത്തിലെ പ്രധാന വിളകൾ ഗോതമ്പ്, ചോളം, കരിമ്പ്. ഉത്തരമഹാസമതലത്തിന്റെ പടിഞ്ഞാറുഭാഗത്ത് മഴ തീരെ കുറവായതു കാരണം രാജസ്ഥാനിലെ മിക്ക പ്രദേശങ്ങളും മരുഭൂമിയാണ്. ഉത്തരമഹാസമതലത്തിലെ പടിഞ്ഞാറുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മരുഭൂമി താർ. ജയ്സാൽമീർ സ്ഥിതി ചെയ്യുന്ന മരുഭൂമി താർ. മരുപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണ് ഈർപ്പം തീരെയില്ലാത്ത ലവണാംശമുള്ള മരുഭൂമി മണ്ണ്. മരുപ്രദേശത്തെ സ്വാഭാവിക സസ്യജാലങ്ങൾ മുൾച്ചെടികൾ, കുറ്റിക്കാടുകൾ. രാജസ്ഥാനിൽ പ്രധാനമായും കൃഷി ചെയ്യുന്ന വിള ബജ്ര, ജോവർ. ഉത്തരമഹാസമതലത്തിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമബംഗാൾ, അസം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം എന്ന പേരിലിയപ്പെടുന്നത് ഉത്തരമഹാസമതലം. ഇന്ത്യയിൽ വളരെ കൂടുതൽ ജനസംഖ്യയുള്ള പ്രദേശം ഉത്തരമഹാസമതലം. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഉത്തരമഹാസമതലം. മറ്റ് ഭൂപ്രകൃതി വിഭാഗങ്ങളെ അപേക്ഷിച്ച് റെയിൽ, വേഡ്, കനാൽ എന്നിവയുടെ ശൃംഖല ഏറ്റവും കൂടുതലുള്ളത് ഉത്തരമഹാസമതലത്തിൽ. വടക്കൻ സമതലം പ്രദേശത്തിന്റെ ഏകദേശം വ്യാപ്തി കിഴക്ക് പടിഞ്ഞാറ് 3200 കിലോമീറ്റർ വരെ. സമതലങ്ങളുടെ ശരാശരി വീതി 150 മുതൽ 300 കിലോമീറ്റർ വരെ. ഈ പ്രദേശങ്ങളിലെ എക്കൽ നിക്ഷേപത്തിന്റെ പരമാവധി കനം 1000 മുതൽ 2000 മീറ്റർ വരെ. വടക്കൻ സമതലങ്ങളെ വടക്ക് നിന്നു തെക്കോട്ടു പോകുന്ന അടിസ്ഥാനത്തിൽ പ്രധാനമായും 3 മേഖലകളായി തരംതിരിച്ചിരിക്കുന്നു. ബാബർ, ടെറായ്, എക്കൽ സമതലങ്ങൾ. ബാബർ മേഖല സിവാലിക് മലനിരകൾക്ക് സമാന്തരമായി 8 മുതൽ 30 കിലോമീറ്റർ വരെ വിസ്തൃതിയിൽ പാറകഷ്ണങ്ങൾ നിറഞ്ഞ ഇടുങ്ങിയ പ്രദേശമാണ് ബാബർ. വ്യാപകമായ എക്കൽ അവസാദങ്ങൾക്കിടയിൽ ജലപ്രവാഹം അപ്രത്യക്ഷമാകുന്ന പ്രദേശം. കൃഷിക്ക് അനുയോജ്യമല്ലാത്ത പ്രദേശമാണ് ബാബർ. സിവാലിക് മലടിവാരത്തിന് സമാന്തരമായി ചരിവ് അവസാനിക്കുന്നിടത്തുനിന്ന് ആരംഭിക്കുന്ന ഇടുങ്ങിയ ഭൂഭാഗമാണ് ബാബർ. പർവ്വഭാഗങ്ങളിൽ നിന്നും വരുന്ന നദികൾ ഭാരമേറിയ ഉരുളൻ പാറകളും കല്ലുകളും ഈ മേഖലയിൽ നിക്ഷേപിക്കുകയും നദികൾ അപ്രത്യക്ഷമാകുകയും ചെയ്യുന്നു. ടെറായ്. ബാബർ പ്രദേശത്ത് അപ്രത്യക്ഷമാവുന്ന ജലപ്രവാഹം വീണ്ടും ഉപരിതലത്തിൽ ദൃശ്യമാകുന്ന മേഖല ടെറായ്. ടെറായ് മേഖല കാണപ്പെടുന്ന ഏകദേശ വിസ്തൃതി 10 മുതൽ 20 വരെ കിലോമീറ്റർ വരെ. മിക്ക അരുവികളും നദികളും പുനർജനിക്കുന്നതിനാൽ ഈ മേഖലയിൽ ടെറായ് എന്നറിയപ്പെടുന്ന വെള്ളക്കെട്ടുള്ള ചതുപ്പുനിലങ്ങൾ രൂപപ്പെടുന്നു. സ്വാഭാവിക സസ്യജാലങ്ങൾ, വന്യജീവി വർഗ്ഗങ്ങൾ എന്നിവയാൽ സമ്പുഷ്ടമായ പ്രദേശമാണ് ടെറായ്. ബാബറിനു തെക്കായി അതിനു സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന സമതല ഭാഗമാണ് ടെറായ്. ബാബർ പ്രദേശത്തിന് തെക്ക് സസ്യജാലങ്ങൾ തഴച്ചു വളരുന്ന ഭൂപ്രദേശമാണ് ടെറായ്. ദുധവ നാഷണൽ പാർക്ക്, UP സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശം ടെറായ്. ഇന്ത്യ വിഭജനത്തിനുശേഷം പാകിസ്ഥാനിലെ കുടിയേറ്റക്കാർക്ക് കൃഷിഭൂമിക്ക് വേണ്ടി ഒരുക്കിയെടുത്ത പ്രദേശമാണ് ടെറായ്. എക്കൽ സമതലങ്ങൾ. എക്കൽ സമതലങ്ങളെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. കാദർ, ബങ്കർ. ബങ്കർ ഉത്തരമഹാസമതലത്തിലെ ഏറ്റവും വിസ്തൃതമായ ഭൂപ്രദേശം. ഉത്തരമഹാസമതലത്തിലെ പഴയ എക്കൽ നിക്ഷേപം അറിയപ്പെടുന്നത് ബങ്കർ. ബങ്കർ വളരെ ഫലഭൂയിഷ്ഠമായ പ്രദേശമല്ല. കാങ്കർ എന്നറിയപ്പെടുന്ന ചുണ്ണാമ്പുകല്ലുകളാൽ കാൽസ്യം കാർബണേറ്റ് സമൃദ്ധമാണ് ഈ വീട്ടൂരത്തെ മണ്ണ്. കാദർ ഉത്തരമഹാസമതലങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണ്. കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്. കാൽസ്യം അടങ്ങിയ ചുണ്ണാമ്പുകല്ലുകൾ ഈ പ്രദേശത്ത് തീരെയില്ലാത്തതിനാലാണ് ഇവിടം കൃഷിക്കനുയോജ്യമായത്. 2 നദികൾക്കിടയിലെ എക്കൽ, ഡോബ്, ഡോആവ്. വടക്കൻ സമതലങ്ങളുടെ ഭാഗമായ നദികളുടെ നദീമുഖങ്ങളിൽ ലോകത്തിലെ തന്നെ വലിയ ഡെൽറ്റകൾ രൂപപ്പെടുന്നു.
ഗംഗാസമതലത്തിന് കീഴ്ഭാഗത്തായി രൂപം കൊള്ളുന്ന ഡെൽറ്റയാണ് സുന്ദർബൻ ഡെൽറ്റ. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ. സുന്ദർബൻ ഡെൽറ്റ. ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട്. സുന്ദർബൻ ഡെൽറ്റ. സുന്ദർബൻ ഡെൽറ്റയ്ക്ക് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം 50 മുതൽ 150 മീറ്റർ വരെ. ഏറെക്കുറെ നിരാർന്ന സമതലമാണ് ഈ പ്രദേശം. സിന്ധു ഗംഗ നദീവ്യൂഹങ്ങൾക്കിടയിൽ ഒരു ജലവിഭാജകമായി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ പ്രദേശങ്ങൾ. ഡൽഹി, ഹരിയാന. ബ്രഹ്മപുത്ര നദി ദുബ്രിയിൽ വച്ച് ഏകദേശം 90 ഡിഗ്രി തെക്കോട്ട് തിരിഞ്ഞ് ബംഗ്ലാദേശിലേക്ക് കടക്കുന്നതിന് മുമ്പായി വടക്ക് കിഴക്കുനിന്നും തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് ഒഴുകുന്നു. അതിനാൽ ബ്രഹ്മപുത്ര നദീതീര സമതലങ്ങൾ എക്കൽമണ്ണാൽ സമ്പുഷ്ടമാണ്. ഈ നദീതീര സമതലങ്ങളിലെ പ്രധാന കൃഷി ഗോതമ്പി, നെല്ല്, കരിമ്പ്, ചണം. ഇത്തരം ഭൂസവിശേഷതകൾ ഈ പ്രദേശങ്ങളിൽ വലിയ ജനസംഖ്യയ്ക്ക് കാരണമാകുന്നു. ഈ സമതലങ്ങളുടെ പ്രധാന ഭൂരൂപസവിശേഷത: 1. അപരദന നിക്ഷേപ ഭൂരൂപങ്ങളായ മണൽ വരമ്പുകൾ, സാൻഡ് ബാർസ്. 2. വക്രവലയങ്ങൾ, മിയാൻഡേഴ്സ്. 3. ഓക്സ് ബോ തടാകം, ഓക്സ് ബോ ലേക്സ്. 4. പിണഞ്ഞൊഴുകുന്ന ചാലുകൾ, ബ്രേഡഡ് ചാനൽസ്. നീരൊഴുക്ക് ഭൂരൂപീകരണത്തിലെ പക്വതയാർന്ന ഘട്ടങ്ങളിൽ രൂപം കൊള്ളുന്ന അപരദന നിക്ഷേപണ ഭൂരൂപങ്ങളാണ് മണൽ വരമ്പുകൾ, സാൻഡ് ബാർസ്. ഈ സമതലത്തിന്റെ ഭാഗമായ നദീജന്യദ്വീപുകൾക്കും മണൽ വരമ്പുകൾക്കും പ്രസിദ്ധമായ സമതലം ബ്രഹ്മപുത്ര സമതലം. ഈ പ്രദേശങ്ങളിൽ പ്രധാനമായും ഭൂരിഭാഗവും ഇടയ്ക്കിടയ്ക്ക് വെള്ളപ്പൊക്കമുണ്ടാകുന്നു. നദികളുടെ ഗതിമാറി ഒഴുകലിന് വിധേയമായി കൊണ്ടിരിക്കുന്നു. പിണഞ്ഞൊഴുകുന്ന അരുവികൾ രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. ഉത്തരമഹാസമതലത്തിലെ സമതലങ്ങൾ. അവയുടെ രൂപീകരണത്തിന് സഹായിച്ച നദികൾ: പഞ്ചാബ്, ഹരിയാന സമതലം, സിന്ധുവും പോഷക നദികളും. രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗുർ പ്രദേശങ്ങൾ, ലൂണി, സരസ്വതി നദികൾ. ഗംഗാ സമതലം, ഗംഗയും പോഷക നദികളും. ആസാമിലെ ബ്രഹ്മപുത്ര സമതലം, ബ്രഹ്മപുത്രയും പോഷക നദികളും. ഈ വീഡിയോ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.